ഒന്നാമത്തെ ആൾ കുരുടൻ, രണ്ടാമത്തെ ആൾ കുള്ളൻ. എൻ്റെ ഭാഷയെ പറഞ്ഞു പോവുക, അല്ലെങ്കിൽ കുറുകിയവൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ കുരുടൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? അന്ധന. അവനൊന്നും കാണാൻ കഴിയത്തില്ല, മൊത്തം ഇരുട്ടാ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, ഞാൻ അല്പനേരം ഒന്ന് കണ്ണടച്ചിരുന്ന ഒരു അന്ധൻ്റെ അനുഭവം എനിക്ക് ഉണ്ടാവൂ? ഒരിക്കലും ഉണ്ടാകത്തില്ല. കണ്ണടച്ചിരുന്നാലൊന്നും അന്ധന്റെ അനുഭവം ഉണ്ടാകത്തില്ല. അവന്റെ വിഷമം നിനക്കറിയത്തില്ല, അവന്റെ ബുദ്ധിമുട്ടറിയത്തില്ല. ആ ബുദ്ധിമുട്ടറിയണമെങ്കിൽ നീ ഒരു കുരുടനായി മാറണം, എങ്കിൽ മാത്രമേ പറ്റൂ. രണ്ടാമത്തെ ആള് കുള്ളനാ, കുറുകിയവനാ. ഇങ്ങനൊരു പഴഞ്ചൊല്ലുണ്ട്, കള്ളനെ നമ്പിയാലും പറ കുള്ളനെ നമ്പരുത്. എന്നാൽ ഞാൻ അതിന് മറുവശം പറയാം. ഉയരം ഇല്ലെങ്കിലും ചില വ്യക്തികൾക്ക് ഉയർച്ചയ്ക്ക് ഈ ഉയരമില്ലായ്മയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു പോകണമല്ലോ. അപ്പൊ അങ്ങനെ ഈ രണ്ടുപേരെയും പരിചയപ്പെടുത്തുകയാണ്. സ്വത്രക്കുള്ളൻ, കുരുടൻ. ആദ്യത്തെയാൾ യാചകൻ, ഭിക്ഷു, ഭിക്ഷയാദിക്കുന്നവൻ. രണ്ടാമത്തവൻ ചുങ്കക്കാരൻ. അവരെ ഒന്ന് പരിചയപ്പെടുത്തി പോകാം. ഞാൻ പറഞ്ഞത് ഇവര് തമ്മിൽ ഒത്തിരി എന്തുണ്ട്? സമാനതകളുണ്ട്. അതാ പറഞ്ഞു വരുന്നേ. ശ്രദ്ധിക്കണം, അവൻ യാചകനാണ്, ഭർത്തിവായി. പക്ഷേ യാചകന്മാരെ ആരും ചേർത്ത് നിർത്തുകയില്ല അന്നത്തെ കാലത്ത്. ശരിയല്ലേ? കാരണം എന്താണെന്നറിയാമോ? അംഗവൈകല്യമുള്ളവരും രോഗമുള്ളവരും പാപം കൊണ്ടാണ് അവർക്കത് സംഭവിച്ചതെന്നാണ് യഹൂദന്മാർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം പഠിക്കുമ്പോൾ ശിഷ്യന്മാരും യേശു കൂടെ നടന്നിരുന്നപ്പോൾ ഒരു കുരുടനെ കണ്ട് എന്നെ സൗഖ്യമാക്കണമെന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ വിളിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവന്റെ കണ്ണ് കുരുടായതിന് ഇവന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമാണോ, ഇവൻ ചെയ്ത പാപമാണോ? യേശു പറഞ്ഞു, നോ, അതൊന്നുമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ ഉണ്ടാകാൻ വേണ്ടിയേ. ആമേൻ. അപ്പോ ഇവരൊന്നും ഇഷ്ടമല്ല, യാചകന്മാരെ ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ആരും മൈൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവരിൽ ആകർഷ്ടരാകത്തില്ല. എന്നാൽ എൻ്റെ യേശു അവരിൽ ആകർഷ്ടനായി. ആമേൻ. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തവർ ആകർഷ്ടനായ ഒരു വ്യക്തിയാണ് നമ്മുടെ യേശു. അതെ. രണ്ട്, നികുതി പിരിക്കുന്നവൻ, റോമൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന, അല്ലെ, നികുതി പിരിക്കുന്ന അല്ലെങ്കിൽ ഈ ചുങ്കക്കാരൻ, അതിൽ രണ്ടുപേർക്കും എന്തില്ലെന്നറിയാമോ? സമൂഹത്തിൽ വിലയില്ല. രണ്ടുപേർക്കും എന്തില്ല? സൊസൈറ്റിയിൽ വിലയില്ല. രണ്ടുപേർക്കും സമൂഹത്തിൽ വിലയില്ല. അല്ലെങ്കിൽ ഇന്ന് രാത്രി, പ്രിയ സുഹൃത്തെ, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂതനോട് വിളിച്ചു പറയട്ടെ, നീ പാർശ്വവൽക്കരിക്കപ്പെട്ടവനാണോ? ഹല്ലേലൂയ. അല്ല, കൂട്ടുകാരാ, നാട്ടുകാരാ, വീട്ടുകാരാ, നീ നിന്ദിക്കപ്പെട്ടവനാണോ? അല്ല, നീ ഉപേക്ഷിക്കപ്പെട്ടവനാണോ? എന്റെ വേദന കാണുവാൻ എന്റെ കുടുംബത്തിൽ പോലും ഒരാളുമില്ലെന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുവിന് നിന്റെ ആവശ്യമാണ്.